ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ റാവി ശർക്കരയൊക്കെ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കണ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഈ ഒരു പലഹാരം ഉണ്ടാക്കാനും എളുപ്പമാണ്, അതേപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കുക. അതേപോലെ വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ എണ്ണ പലഹാരങ്ങൾ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ് കേട്ടോ. ആവിയിൽ വേവിച്ചെടുക്കുന്ന പലഹാരങ്ങൾക്ക് ഫാൻസ് കൂടുമല്ലോ അല്ലേ. അപ്പോൾ അതാ ഞാൻ ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ഇങ്ങനെ കളറ് മാറുന്നത് വരെ വറുത്തെടുക്കണ്ട, അതിൻ്റെ ആ ഒരു നനവ് ഉണ്ടാവുമല്ലോ തേങ്ങൻ്റെ, അതൊന്ന് മാറി കിട്ടിയാൽ മതി. അപ്പോൾ നമുക്കിവിടെ ഒരു പാൻ അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറണം, അതേപോലെ തന്നെ വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ചൂടായ പാനിലേക്ക് ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ആ ഒരു നനവൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. ഇത് പായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര മതി. ഇനി അധികം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് മാറും. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം. ഇനി നമുക്ക് ഒരു കപ്പ് റവ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. വറുത്ത റവയാണെങ്കിലും കുഴപ്പമില്ല, വറുക്കാത്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഒന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിവിടെ മാറ്റി വെക്കാം. പിന്നെ ഇതാ ഒരു ജാറിലേക്ക് തന്നെ 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരണം. ഒരു കപ്പ് റവിക്ക് 2 മുട്ടയും അതേപോലെ തന്നെ ഒരു കപ്പ് തേങ്ങ ചിരകിയതും ആണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. അപ്പോൾ ഇതവിടെ മുട്ട ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ശർക്കര പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കല്ലില്ല ശർക്കരയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അരിച്ചിട്ട് ചേർത്താൽ മതി. ഇത് കല്ലില്ലാത്ത നല്ല ശർക്കര കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതങ്ങനെ പൊടിച്ചത് ഡയറക്റ്റായിട്ട് ചേർത്തത് അതുകൊണ്ടാണ്. അത് ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതാ നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച റവ ഉണ്ടല്ലോ, അതിന് നമുക്ക് ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ കുറേശ്ശെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം പകുതി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ആ ജാറിൻ്റെ ബ്ലേഡുമ്പോൾ കൂടെ ആയിട്ടേ ശരിക്കും അങ്ങോട്ട് അടിഞ്ഞ് കിട്ടൂല. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് പിന്നെ ബാക്കിയുള്ളതും കൂടെ അതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പലഹാരം കഴിക്കാൻ. അതേപോലെ തന്നെ എണ്ണയൊന്നും വേണ്ട പലഹാരം ഉണ്ടാക്കാൻ. ആവിയിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഒരു റവൻ്റെ ആ മിക്സൊക്കെ ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടോ. ഇനി നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരു 2-3 സ്പൂണൊക്കെ മതി. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ 2-3 സ്പൂൺ സൺഫ്ലവർ ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നു. എന്നിട്ട് ഇതാ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പലഹാരത്തിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടോ. ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച തേങ്ങ ഉണ്ടല്ലോ, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങളിതിങ്ങനെ തേങ്ങയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് ടൈറ്റായിട്ടാണ് തോന്നണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തിളപ്പിച്ചാറിയ വെള്ളമോ ചെറിയ ചൂടുള്ള വെള്ളമോ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, എനിക്ക് ഈ ഒരു അളവിൽ പാകേനി കേട്ടോ. നമ്മൾ മുട്ടി ശർക്കര അടിച്ചെടുത്ത ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിൽ മിക്സ് ചെയ്തെടുക്കാൻ പാകേനി കേട്ടോ നമ്മളെ റവ. നമ്മളെ പലഹാരത്തിന് ആ ഒരു മുട്ടൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാതെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഏലക്കാപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മളെ പലഹാരം ഒന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് 1 സ്പൂണ് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരി സുർക്ക കേട്ടോ, നമ്മളവിടെ സുർക്ക എന്നാണ് പറയാം. അപ്പോൾ അതൊരു സ്പൂണ് ചേർത്ത് കൊടുത്ത് ഇനി ഇതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ചേർക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പലഹാരം നമ്മൾ വിചാരിക്കണ പോലെ പൊങ്ങി വരില്ല, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കല്ലേ, അപ്പം കുറച്ച്
ഉഷാറായിട്ട് കിട്ടേണ്ട പലഹാരം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ കുറച്ച് ബേക്കിംഗ് സോഡയും വിനാഗിരിയും ചേർത്ത് കൊടുത്തത്. അത് ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യുക. അത് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാവും. അപ്പോൾ ഇനി നമുക്കിത് വേവിച്ചെടുക്കുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്റ്റീലിൻ്റെ ഈ ഒരു ചെറിയ പാത്രമാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാം കേട്ടോ. നമ്മൾ കേക്കിൻ്റെ പാത്രം എടുക്കണമെങ്കിൽ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന പാത്രം ഉണ്ടാവുമല്ലോ, അതുണ്ടെങ്കിൽ അതെടുക്കുക. അതല്ല സ്റ്റീലിൻ്റെ ചെറിയ ചെറിയ ബൗളുകൾ ഉണ്ടെങ്കിൽ അതിക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. അതേപോലെ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉണ്ടെങ്കിൽ ഗ്ലാസ് എടുക്കുക. അപ്പോൾ അതൊക്കെ നമ്മളെ ഇഷ്ടം. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തേക്കാണ് കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പലഹാരത്തിൻ്റെ ആ ഒരു ബാറ്റർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം നിറയെ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇത് പൊങ്ങി വരുമ്പോൾ പുറത്ത് പോവും മാവ്. ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ചെറിയ ബൗളൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലോണം നിറച്ച് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു പാത്രത്തേക്ക് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, മുക്കാൽ ഭാഗമുള്ളൂ. എന്നിട്ട് ഒന്നിങ്ങനെ തട്ടി കൊടുക്കുക, എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും അതേപോലെ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് നെയ്യിൽ ഫ്രൈ ചെയ്ത് വെച്ചതാട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ മേലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഞാൻ ചേർക്കാൻ മറന്നതാണ് കേട്ടോ. കുറച്ച് ഇത് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ബാക്കി ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കണം എന്നാണ് വിചാരിച്ചത്. അതുകൊണ്ടാണ് ഇത്ര തോനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അപ്പോൾ ഇതിൻ്റെ മേലേക്ക് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഈ ഒരു തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പൊക്കെ കടിക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചേർത്തതാണ്. ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വേണമെങ്കിൽ ചേർക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ ഒക്കെ ഇതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതാ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലേക്ക് നമ്മളെ പലഹാരത്തിൻ്റെ പാത്രം വെച്ച് കൊടുക്കുക. ഇനി അടച്ച് വെച്ചിട്ട് എനിക്കിത് വേവാനെടുത്തിട്ടുള്ള സമയം ഒരു 20 മിനിറ്റാണ്. നമുക്കിങ്ങനെ നല്ലൊരു കേക്കിൻ്റെ സ്മെല്ലൊക്കെ വരും പുറത്തേക്ക്. അപ്പോൾ ആ ഒരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്കൊന്ന് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് ഒരു ടൂത്ത് പീക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയിട്ട് നമ്മൾ കേക്കൊക്കെ വന്നിക്കണമെന്ന് നോക്കൂലേ, അതേപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ ആ ടൂത്ത് പീക്കുമ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ കേക്ക് വന്നിട്ടുണ്ടാവും. ഒട്ടിപ്പിടിക്കണുണ്ടെങ്കിൽ ഉൾവശം എവിടെയെങ്കിലും വേവാനുണ്ടാവും. അപ്പോൾ കുറച്ച് സമയം കൂടെ അടുപ്പത്ത് വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ നോക്കിയപ്പം കേക്കൊക്കെ ഇതാ വന്നിട്ടുണ്ട്. കേക്ക് പോലെ തന്നെയാണ് കേട്ടോ. ഇത് കേക്കിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിന്, അതാണ് ഞാൻ കേക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തേക്ക് തട്ടി കൊടുക്കുക. അപ്പോൾ നല്ലോണം ചൂടാറിയിട്ടൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഞാൻ അതിൻ്റെ ആ ഒരു വക്കൊക്കെ ഒന്നിങ്ങനെ ഒരു സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് വിടിയിച്ചു കൊടുത്തു. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ പ്ലേറ്റിക്ക് തട്ടി കൊടുത്ത് നമ്മളെ പലഹാരം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കഴിക്കാനും തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഏലക്കാപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് ആ ഒരു മുട്ടൻ്റെ ടേസ്റ്റ് ഒന്നും മുന്നിട്ട് നിൽക്കണില്ല. പിന്നെ അതേപോലെ നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത പലഹാരമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പസോഡ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാവും. അപ്പസോഡ ചേർത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ പൊങ്ങി വരില്ല. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്തതാട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പൊങ്ങി വരില്ല എന്ന് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കേക്ക് കണ്ടില്ലേ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബേക്ക് ചെയ്ത കേക്കിൻ്റെ പോലെ തന്നെ ഉണ്ട് കേട്ടോ. ആവിയിൽ വേവിച്ചെടുത്തതാണ്, പറയേയില്ല. കഴിക്കാനും അതേപോലെ തന്നെ കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് ആവിയിൽ വേവിച്ചെടുത്തതാണെന്ന് അറിയേയില്ല കേട്ടോ. അത്രയും ടേസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. അപ്പം നമുക്കിത് കഷ്ണം വെട്ടി മക്കൾക്ക് കൊടുക്കാം. നമ്മളെ മക്കൾ പെട്ടെന്നൊരു കേക്കിനൊക്കെ പൂതിയൊക്കെ പറയുന്ന സമയത്തേ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്തത് റവ, ശർക്കര, മുട്ട, ഇതൊക്കെ നമ്മളെ കിച്ചണിൽ എപ്പോഴും ഉണ്ടാവുന്ന ഐറ്റംസ് തന്നെയല്ലേ. പിന്നെ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. കണ്ടോ, ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.